നമ്മൾ പണ്ട് മുതൽ തന്നെ അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്നൊരു പ്രയോഗം കേട്ടിട്ടുണ്ട് അല്ലേ? അതൊരു പുരാണ കഥയുമായി ബന്ധപ്പെട്ടാണ് ആ ഒരു ചൊല്ല് ഉരുത്തിരിഞ്ഞത്. ഇവിടെയും അതുപോലെ സംഭവിച്ചിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനിടയിൽ അങ്ങനെയൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. സൈനികർക്ക് പാലും ലസ്സിയുമൊക്കെ എത്തിച്ചു നൽകിയ ധീരനായ ഒരു 10 വയസ്സുകാരൻ്റെ കഥ. ശ്രാവൺ സിംഗ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്കടുത്ത് പഞ്ചാബിലെ താരാവാലി ഗ്രാമത്തിൽ തുറന്ന വയലുകളിൽ പട്ടാളക്കാർ അണിനിരന്നപ്പോൾ അവർക്കിടയിലേക്ക് അവർക്ക് വേണ്ടി പാലും ലസ്സിയുമായി ഓടിയെത്തിയ 10 വയസ്സുകാരൻ. വയസ്സിൽ കവിഞ്ഞ ധൈര്യവും വലുതാകുമ്പോൾ സൈനികനാകണമെന്നുള്ള അതിയായ ആഗ്രഹവുമാണ് ആ 10 വയസ്സുകാരനെ ആ ഒരു സാഹചര്യത്തിലും സൈന്യത്തിനടുത്തെത്തിച്ചത്. ഗ്രാമത്തിലെ കർഷകനായ സോനാ സിംഗിൻ്റെ മകനാണ് ശ്രാവൺ സിംഗ്. തൻ്റെ കുടുംബത്തിൻ്റെ കൃഷിയിടത്തിൽ തമ്പടിച്ചിരിക്കുന്ന ജവാന്മാർക്ക് വെള്ളവും പാലും ലസ്സിയും ഐസും അവൻ എത്തിച്ചു കൊടുത്തു. കത്തുന്ന ചൂടിൽ ഏവരുടെയും ഉള്ളിൽ യുദ്ധമെന്ന ഭയം നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ശ്രാവൺ ദിവസവും സൈനികരുടെ അടുത്തേക്ക് എത്തിയത്. ആ കൊച്ചു കുരുന്നിന് ഇപ്പോൾ സ്നേഹാദരം നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ സേനയും ഇന്ത്യൻ ജനങ്ങളുമെല്ലാം. 7ാം ഇൻഫൻട്രി ഡിവിഷൻ്റെ ജനറൽ ഓഫീസർ കമാൻഡിംഗ് മേജർ രഞ്ജിത് സിംഗ് മാൻഡ്രാളാണ് ശ്രാവണിനെ ആദരിക്കാൻ എത്തിയത്. ഒരു മൊമൻറ്റോ, ഭക്ഷണം, അവൻ്റെ പ്രിയപ്പെട്ട വിഭവമായ ഐസ്ക്രീം എന്നിവയാണ് സൈന്യം കുഞ്ഞിന് സമ്മാനമായി നൽകിയത്. ഓർക്കുക, ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറും അതുമായി ബന്ധപ്പെട്ട യുദ്ധസമാനമായ സാഹചര്യങ്ങളും സംഭവിച്ചപ്പോൾ പാകിസ്ഥാൻ ഇടതടവില്ലാതെ ജനവാസ മേഖലകളിലേക്ക് അയച്ച അവരുടെ ഡ്രോണുകൾ എവിടെ വേണമെങ്കിലും ചെന്ന് പതിച്ച് ആർക്ക് വേണമെങ്കിലും ആപത്തുണ്ടാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ശ്രാവൺ സിംഗ് സൈന്യത്തെ സഹായിക്കാനായിട്ട് കൃഷിയിടത്തിലേക്ക് ഓടിയെത്തിയത്. ആ ധൈര്യത്തെ നമുക്ക് ആദരിക്കാം, ബഹുമാനിക്കാം. ഇതേക്കുറിച്ച് ചോദിച്ചാൽ ശ്രാവൺ ഇങ്ങനെ മറുപടി പറയുന്നു: എനിക്ക് പേടിയൊന്നും തോന്നിയില്ല. വലുതാകുമ്പോൾ ഒരു പട്ടാളക്കാരനാകണം. പട്ടാളക്കാർക്ക് വേണ്ടി ഞാൻ വെള്ളവും ലസ്സിയും ഐസും എത്തിച്ചു. അവർക്കെന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ മകന് പട്ടാളക്കാരുമായിട്ടുള്ള ബന്ധം കണ്ടപ്പോൾ അഭിമാനം തോന്നിയതായി ശ്രാവണിൻ്റെ പിതാവ് സോനാ സിംഗ് പറഞ്ഞതായി ഇന്ത്യ ടുഡേ പറയുന്നു. ഞങ്ങളുടെ വയലുകളിൽ സൈന്യം എത്തിയ ആദ്യ ദിവസം മുതൽ ശ്രാവൺ അവരെ സഹായിക്കാൻ തുടങ്ങി. പാലും വെള്ളവും ലസ്സിയും ഐസും നൽകി. ഒരു ദിവസം പോലും അതിനവൻ മുടക്കം വരുത്തിയില്ല. ഞങ്ങൾ അവനൊപ്പം നിന്നു, സോനാ സിംഗ് പറഞ്ഞു.